ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഓക്കെ, ഇന്നത്തെ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പോവാണ്. മെസ്സേജസ് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, മെസ്സേജ് മാത്രമല്ല, നിങ്ങളുടെ സിറ്റുവേഷനിലുള്ള അതിനെക്കുറിച്ചൊരു ഗൈഡൻസ് നമുക്ക് കിട്ടും. 2 ഡെക്ക് വെക്കുന്നുണ്ട്. ഓക്കെ, 2 തരം കാർഡ്സ് ആണ് ഈ ഡെക്കിൽ നിന്ന് ഉള്ള കാർഡ്സ് ഇവിടെ ഉണ്ട്. ഫസ്റ്റ് പൈലായിട്ട് വെക്കാം നമുക്ക്. ഇത് സെക്കൻഡ് പൈലായിട്ട് വെക്കാം. നിങ്ങൾക്ക് 2 കാണാം, ഇതിൽ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് പക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പോൾ ഇഷ്ടം തോന്നുന്നുണ്ട്, സപ്പോസ് ഇത് വേണോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ട് ഒരു ഡെക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 2 പൈലായിട്ട് എടുത്തോളൂ. അല്ല എന്നുണ്ടെങ്കിൽ 2 കാണണമെങ്കിൽ 2 കാണാം, കുഴപ്പമില്ല. ഓക്കെ, ഒന്ന് കണ്ട ശേഷം നിങ്ങൾക്ക് അല്ല ഇതിൽ കൂടി തിരിച്ച് വരണം തോന്നിയാൽ അങ്ങനെയും കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും പൈൽ 1 പൈൽ 2 ആയിട്ട് എടുക്കാം. 2 ഡെക്കിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇത് കരിയർ ആൻഡ് ലൈഫ് ഒറാക്കിൾ ഡെക്കാണ്. യിൻ ആൻഡ് യാങ് ഒറാക്കിൾ ഡെക്കാണ്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ അട്രാക്ഷൻ തോന്നാം. ഇതിൻ്റെ ലുക്ക് കണ്ടിട്ട് വിചാരിക്കരുത്. ഓക്കെ, ചിലപ്പോൾ മെസ്സേജസ് നമുക്ക് ഇതിലായിരിക്കും എന്ന രീതിക്ക് കൂടി ഒന്ന് ഓപ്പൺ മൈൻഡോടെ ചിന്തിക്കുക നിങ്ങൾ. ഓക്കെ, സോ 2 ഡെക്ക് ഉണ്ട്, നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ആൻഡ് ഞാൻ ഫസ്റ്റ് ഡെക്ക് നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പൈൽ 1 ഈ ഡെക്ക് നിന്ന് നോക്കാം നമുക്ക്. ഓക്കെ, എന്താണ് ഇന്നത്തെ ഗൈഡൻസ് യൂണിവേഴ്സ് എന്താ നിങ്ങൾക്ക് തരുന്നത് നോക്കാം. എനർജി ആയിട്ട് നോക്കുന്നില്ല, എന്നിട്ട് ആരോ എടുക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ സിറ്റുവേഷനെ ബേസ് ചെയ്ത് എന്താണ് യൂണിവേഴ്സ് പറയുന്നത്. ഫസ്റ്റ് ഡെക്ക് ചൂസ് ചെയ്ത ആൾക്കാർക്ക് എന്താണ് ഫസ്റ്റ് ഡെക്ക് ചൂസ് ചെയ്ത ആൾക്കാർക്ക് എന്താണ് കിട്ടുന്നത്? ഓക്കെ, മണി മാറ്റേഴ്സ് എന്നുണ്ട് ഇവിടെ. ദ ഫ്യൂച്ചർ, ഡയറക്ഷൻ, ഓപ്പർച്യൂണിറ്റി, ജേർണി, ഓഫറിങ്സ് ആൻഡ് ലുക്കിംഗ്. ഓക്കെ, ഇവിടെ മാജിക് എന്നുണ്ട് ഇവിടെ. വെരി നൈസ്. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് മാജിക് ഉണ്ട്. യു ഹാവ് ദ പവർ നൗ. യൂസ് യുവർ മാജിക് ടു അട്രാക്ട് വാട്ട് യു വോണ്ട് ഇൻ ടു യുവർ ലൈഫ്. ദ സ്കൈ ഇസ് ദ ലിമിറ്റ്. ഓക്കെ, ആദ്യം തന്നെ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ മൈൻഡിൽ എന്ത് ആങ്സൈറ്റി ഉണ്ടെങ്കിലും ശരി, എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ തെറ്റായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ശരി, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് നിങ്ങളുടെ മാജിക്. ഓക്കെ, നിങ്ങൾക്കാണ് നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലാണ്. ഓക്കെ, എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങളുടെ കയ്യിലാണ്. നമ്മുടെ മജീഷ്യൻ കാർഡായിട്ട് എടുത്തോളൂ. ഓക്കെ, മണി മാറ്റേഴ്സ് ഇവിടെ ഉണ്ട്. സോ നിങ്ങൾ പണത്തിനെ കുറിച്ച് വറീഡാണ് കുറേ പേര്. ഇതിൽ മെജോറിറ്റി പണത്തിൻ്റെ കാര്യങ്ങളിൽ ടെൻഷൻ ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ മണി ഇഷ്യൂസ് നടക്കുന്നുണ്ടാവാം. മണി മാറ്റേഴ്സ് എ ലോട്ട് നൗ. വാച്ച് യുവർ എക്സ്പെൻസസ് ആൻഡ് സേവ് അപ്പ് ഫോർ ദ ഫ്യൂച്ചർ. യു നീഡ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദ അൺഎക്സ്പെക്റ്റഡ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ചിലപ്പോൾ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിയോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു വാർണിംഗ് ആണ് ആദ്യം തന്നെ വരുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണം വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് സേവ് ചെയ്തെടുത്ത് വെക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്യൂച്ചറിലേക്ക് എന്തെങ്കിലും പെട്ടെന്ന് നടന്നാലോ, അതുകൊണ്ട് നിങ്ങൾ സേവിങ് കുറച്ച് ചെയ്യുക എന്ന രീതിക്കാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി മണി മാറ്റേഴ്സിൽ പെട്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഓൾറെഡി കുറച്ച് ഇഷ്യൂസിൽ പെട്ടിരിക്കുകയാണെങ്കിൽ, ഇതെവിടെയോ നിങ്ങളോടൊരു ലെസൺ നിങ്ങൾക്ക് തരികയാണ്. അതായത് നിങ്ങൾ കയ്യിൽ കിട്ടിയ സമയത്ത് നിങ്ങൾ അതിനെ വേണ്ട തരത്തിൽ സേവ് ചെയ്തില്ല എന്ന രീതിയിലൊരു നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരുന്നില്ല. ഓക്കെ, എന്ന് വെച്ചാൽ ഐ തിങ്ക് നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചു കാണാം. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ സേവ് ചെയ്യണം എന്നിപ്പോൾ പറയുന്നുണ്ട്. പക്ഷെ മേ ബി ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് യൂണിവേഴ്സിൻ്റെ ഒരു സൈൻ കൂടിയാണ്. അതായത് നിങ്ങൾ കുറച്ച് സേവിങ് കൂടി ചെയ്യണമായിരുന്നു എന്ന് നിങ്ങൾ കെയർഫുൾ ആയില്ല എന്ന രീതിക്കാണ് പറയുന്നത്. ഓക്കെ, പോട്ടെ, തെറ്റുകൾ വന്നു പോകും, മനുഷ്യനാണ് നമ്മൾ. അത് എന്ന് വിചാരിച്ച് നിങ്ങൾ വളരെ ഡൗൺ ഒന്നും ആയി പോകരുത്. ഓക്കെ, നമുക്ക് അതിന് സൊല്യൂഷൻ ഉണ്ട്. ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക എന്നൊരു കാര്യം കൂടി ഓർത്ത് വെക്കാം. എത്ര കുറവ് നിങ്ങളുടെ കയ്യിൽ വന്നാലും അതിലൊരു പോർഷൻ എപ്പോഴും നിങ്ങൾ സേവിങ്ങിലേക്ക് മാറ്റി വെക്കുക എന്നുകൂടി ഒരു അഡ്വൈസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ആൻഡ് ദ ഫ്യൂച്ചർ. Plan for the future while living in the present. You are always supported by the spirit. Your psychic abilities can bring you prosperity. ഇവിടെ പറയുന്നത് നിങ്ങളോട്
ഫ്യൂച്ചറിനെ കുറിച്ച് വേണ്ടി പ്ലാൻ ചെയ്യണം, പക്ഷേ ഇന്നിൽ ജീവിക്കുക എന്നും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആക്ച്വലി പറയുന്നത് ഫ്യൂച്ചറിനെ പ്ലാനിങ് എവിടുന്നാണ് നമുക്ക് ചെയ്യേണ്ടത്, ഇന്നിലാണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇന്നിൽ നമ്മൾ ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത് ഇന്നത്തെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിൽ ശ്രദ്ധിക്കുക. അതിൽ കുറച്ച് സേവിങ് എടുത്ത് വെക്കേണ്ട കാര്യങ്ങളായാലും ശരി, ഫ്യൂച്ചറിൽ എന്താവും എന്ന് ആലോചിച്ച് ടെൻഷനല്ല അടിക്കേണ്ടത്. ഓക്കെ, അവിടെ നമ്മൾ വറിയല്ല വേണ്ടത്, നമ്മൾ ഫ്യൂച്ചറിലേക്ക് വേണ്ട പ്ലാനിങ് നമ്മളിപ്പോൾ ചെയ്ത് വെക്കുക എന്ന് മാത്രം. ഓക്കെ, എന്ന് വെച്ചാൽ അത് ആലോചിച്ചിട്ട് വളരെ ആങ്ഷ്യസ് ആയിട്ട് പേടി ടെൻഷൻ അങ്ങനെയല്ല വരേണ്ടത്. നമ്മൾ പ്ലാനിങ് ചെയ്യുക. ഓക്കെ, ഇപ്പം തന്നെ ഇപ്പം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഫ്യൂച്ചറിൽ കൂടി നമ്മളെ ഹെൽപ്ഫുൾ ആയിട്ട് ഇരിക്കട്ടെ എന്ന രീതിയിൽ പ്ലാനിങ് ചെയ്യുക. ഡയറക്ഷൻ, യുവർ പർപ്പസ് ഇസ് അൺഫോൾഡിങ് സ്ലോലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആസ് യു ഗോ അലോങ്. ദർ ഇസ് നോ നീഡ് ടു ഹറി ഓർ വറി. യു ആർ ബീങ് ഡിവൈൻലി ഗൈഡഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ഇവിടെയും ഒരു വേറെ കാര്യമുണ്ടായിരുന്നു, യുവർ സൈക്കിക് എബിലിറ്റീസ് ക്യാൻ ബ്രിങ് യു പ്രോസ്പെരിറ്റീന്ന്. ഇവിടെ ചിലവർക്ക് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഓൾറെഡി ഗൈഡൻസ് യൂണിവേഴ്സിനൊക്കെ കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനത്തെ ചില കഴിവുകൾ ഉണ്ടാവാം, ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ. ഈ ടാരോ റീഡിംഗ് ആവാം, വേറെ എന്തെങ്കിലും തരത്തിലാവാം, കൗൺസിലിംഗ് ആവാം, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള നിങ്ങൾക്ക് മറ്റുള്ളവരെ കുറിച്ച് കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തരും ഓരോ സിറ്റുവേഷനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക്, കാരണം നിങ്ങൾ ഐ തിങ്ക് അത് ഗോ ത്രൂ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി. ആ ഗോ ത്രൂ ചെയ്യുന്ന സിറ്റുവേഷൻ മറ്റുള്ളവരെ കൂടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ വളരെ സൈക്കിക് എബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഐ തിങ്ക് നല്ലോണം മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് യൂസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഏർണിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ചിലവർക്ക് ടാരോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, ആസ്ട്രോളജി പഠിക്കുക അല്ലെങ്കിൽ ന്യൂമറോളജി പഠിക്കുക, എന്ത് വേണമെങ്കിലും. ഓക്കെ, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഐ തിങ്ക് നിങ്ങൾക്ക് തിരിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു വഴിയാണ് എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ ഇതും അത് തന്നെയാണ്, നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസ് എന്ന രീതിക്ക് പറയുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് പർപ്പസ്, ആ ലൈഫിൻ്റെ പർപ്പസിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോവുകയാണ്. അതിന് നിങ്ങൾ ഡിവൈൻലി ഗൈഡഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ അനുഭവവും, ഓക്കെ, ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫ് പർപ്പസിലേക്ക് എത്തിക്കാനുള്ള ഒരു സ്റ്റെപ്പാണ് എന്നെടുത്തോളൂ. ഓക്കെ, കാരണം നമ്മൾ വേദന അനുഭവിക്കുമ്പോഴേ നമുക്ക് മറ്റൊരാളുടെ വേദന മനസ്സിലാക്കാനും നമ്മളിങ്ങനെ അത് ഓവർകം ചെയ്തു എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും വേദനകൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ എന്തോ പഠിച്ച് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാനുള്ളതാണ്. അത് ഏത് തരത്തിലും ആവാം. ഓക്കെ, ടാരോ തന്നെ വേണമെന്നൊന്നുമില്ല, പലതരത്തിലും. ഒന്നുമില്ലെങ്കിലും ജസ്റ്റ് നിങ്ങളോട് ആൾക്കാർ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും ഗൈഡൻസ് കൊടുക്കാൻ സാധിച്ചാൽ അതും ഒരു പർപ്പസ് തന്നെയാണ്. Okay, and opportunity, doors are being opened for you. You have the chance to change jobs, start a business or invest in a new venture. Just do it. Okay, നിങ്ങളോട് പറയുന്ന ആക്ച്വലി നിങ്ങൾക്കൊരു പുതിയ ബിസിനസ് അല്ലെങ്കിൽ ജോലി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് റിസ്ക് ആണ് എന്ന് തോന്നി നിങ്ങൾ ബാക്ക് ആവണ്ട, നിങ്ങളോടത് എന്തായാലും ഗോ ഹെഡ് ആൻഡ് ഡു ഇറ്റ് എന്ന രീതിക്കാണ് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന് തരുന്നുണ്ട്. അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഇഫക്റ്റ് ആണെന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, അത്രത്തോളം നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, നിങ്ങളുടെ ഒരു ലൈഫിന് മുന്നോട്ടൊരു എന്തെങ്കിലും സ്വന്തമായിട്ട് നിങ്ങൾ ചെയ്യണം എന്നൊക്കെ നിങ്ങൾ വളരെയധികം ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പക്ഷേ പേടിച്ച് പിന്നോട്ട് മാറരുത്. ഓക്കെ, ആ റിസ്ക് ആയാലും അതിനെടുത്ത് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. സ്റ്റാർട്ട് എ ബിസിനസ് ഓർ ഇൻവെസ്റ്റ് ഇൻ എ ന്യൂ വെഞ്ചർ എന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ ജോബ് ചേഞ്ച്, മാറ്റം അങ്ങനെയാവാം, എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. And journey, you may move to a new place for work or travel for work. Exploring the world gives you the experience you need to succeed. Okay, നിങ്ങളോട് പറയുന്നത് ചിലപ്പോൾ വർക്കിന് വേണ്ടി ഒരു മാറ്റം വരുന്നുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞു. വർക്കിന് വേണ്ടി ട്രാവൽ ചെയ്യേണ്ടി വരാം, ജോബ് മാറ്റത്തിന് വേണ്ടി നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടി വരാം. എന്ത് തന്നെയായാലും ശരി, നിങ്ങൾ അങ്ങനെ ഒരു സ്ഥലം മാറ്റോ ജോലിയുടെ കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ അതിൽ ആ ട്രാവലിൽ, ആ യാത്രകളിൽ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും കുറേ അനുഭവിക്കുന്നതും കുറേ കാര്യങ്ങൾ മറ്റു പലരുമായിട്ട് നമ്മുടെ ഇൻട്രാക്ഷൻ വരും അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഇൻട്രാക്ഷൻസ് അത് നിങ്ങളെ ഒരുപാട് സഹായിക്കും മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓഫറിങ്സ്, you will be offered a new position or investment opportunity. Think about it and research it carefully before accepting. Okay, രണ്ട് തരത്തിലും പറയുന്നുണ്ട്, ഓഫറിങ് ആൻഡ് ഓപ്പർച്യൂണിറ്റി. ഇവിടെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നുണ്ട് നിങ്ങളോട് ചാടിക്കേരി എടുത്തോളൂ എന്ന രീതിക്കാണ് പറയുന്നത്. പക്ഷേ ഇതിൽ പറയുന്നുണ്ട് കുറച്ച് കെയർഫുൾ ആവൂ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ വന്നാൽ, അതായത് ഒരു ജോബ് ആവാം, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനുള്ളതാവാം, അത് വരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ച് ചൂസ് ചെയ്യൂ എന്നും പറയുന്നുണ്ട്. രണ്ടും കൂടി ലേശം കോൺഫ്ലിക്റ്റ് ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തായാലും ആ വാർണിംഗ് നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കണം. ഓക്കെ, എപ്പോഴും നമ്മളത് മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ ആലോചിച്ച് തീരുമാനിച്ച് ഡിസിഷൻസ് എടുക്കുക. പക്ഷെ അത് നിങ്ങൾക്ക് നല്ലതിനായിരിക്കും എന്നും എനിക്കിവിടെ തോന്നുന്നുണ്ട്. സോ ഗോ ഹെഡ്. ആൻഡ് ലുക്കിംഗ്, ഇറ്റ് ഈസ് ഓക്കെ ടു ലുക്ക് ഫോർ ബെറ്റർ വർക്ക്. ബി ഡിസ്ക്രീറ്റ് ഇൻ യുവർ സെർച്ച്. യു നീഡ് ടു ബി അലൈൻഡ് വിത്ത് യുവർ ലൈഫ് പർപ്പസ് ടു ബി ഫുള്ളി. നിങ്ങൾക്ക് ഒരു ജോലി
എന്നാണ് നിങ്ങൾ നോക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഇവിടെ പക്ഷെ എവിടെയോ നിങ്ങളുടെ ഒരു ലൈഫിൻ്റെ പർപ്പസിൻ്റെ ഒരു കാര്യം കൂടി കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ലൈഫിൽ വേറെ എന്തോ ചെയ്യാൻ കൂടി ഉണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നിങ്ങൾ ജോലി വേറെ നോക്കിക്കോളൂ, കുഴപ്പമില്ല. ഓക്കെ, പക്ഷേ നിങ്ങളുടെ ലൈഫ് പർപ്പസിന് വേണ്ടി കൂടി ഒരല്പം സമയം മാറ്റി വെക്കാനോ ലൈഫ് പർപ്പസിന് വേണ്ടി കൂടി എന്തെങ്കിലും ചെയ്യാനോ കൂടി നിങ്ങൾ ശ്രമിക്കാം എന്നൊരു രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് ആ പർപ്പസ് എനിക്ക് തോന്നുന്നത് ഇവിടെ ജേർണിയായിട്ട് കണക്റ്റഡ് ആണ്, നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങൾ അതിനെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി ഗൈഡൻസ് ആയിട്ട് ഏതെങ്കിലും ഒരു വഴിക്ക് നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി ഗൈഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അങ്ങനത്തെ ആയിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ലൈഫ് പർപ്പസ് ചെയ്താലേ നിങ്ങൾക്ക് ശരിക്കും ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. വെറും ഒരു ജോലിയിൽ നിങ്ങൾക്ക് മനസ്സ് സാറ്റിസ്ഫൈഡ് ആവില്ല. ഓക്കെ, ലൈഫ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ ഈ ഗൈഡൻസ് ആവണമെന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ചെയ്യുമ്പോഴേ ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ മനസ്സ് സാറ്റിസ്ഫൈ ആവുള്ളൂ. വെറും ഒരു ജോലി, നമ്മൾ പറയില്ലേ ഒരു 9 to 5 ജോലി, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ പോയി വേറൊരാളുടെ കീഴിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സ് ഫുള്ളി ഒരു സന്തോഷം ഉണ്ടാവില്ല. ഓക്കെ, അപ്പം നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയുള്ളത് കൂടി നിങ്ങൾ ചെയ്യാം. ഓക്കെ, രണ്ടും കൂടെ ചെയ്യാൻ ശ്രമിക്കുക എന്നും എനിക്ക് പറയാം. അങ്ങനെയും തോന്നുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനെ ആലോചിച്ച് തീരുമാനം എടുക്കുക എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് സേവിങ് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരുപാട് കൊടുക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വൈസായിട്ട് കീപ്പ് ചെയ്യുക. നിങ്ങൾക്കുള്ളത് മാറ്റി വെച്ച ശേഷം മാത്രം നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കുക. ഓക്കെ, ഓവർ ഗിവിങ് ആവാതിരിക്കുക. അങ്ങനെ ഒരുപാട് അഡ്വൈസുകളുണ്ട് മണി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ പക്ഷെ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. ഈ ചില നിങ്ങളുടെ വേദനകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ലൈഫിൽ ചില കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ഒരു ലൈഫ് പർപ്പസിന് നിങ്ങളെ ഹെൽപ്ഫുള്ളായിട്ട് എന്തോ എത്തിക്കാൻ വേണ്ടി കൂടിയാണ് എന്നുകൂടി പറയാം. ഓക്കെ, സോ ഇതാണ് പൈൽ 1 കാർക്കുള്ള റീഡിങ്. ഫൈനാൻഷ്യൽ മാറ്റേഴ്സ്, നിങ്ങളുടെ ലൈഫിൻ്റെ കരിയർ ചേഞ്ചസ് ഒക്കെയാണ് പൈലിൽ കാണുന്നത്. ഓക്കെ, നമുക്ക് പൈൽ 2 പോവാം. ഓക്കെ, പൈൽ 2 ഈ ഡെക്ക് നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് എങ്ങനെ കിട്ടും എന്നറിയില്ല, നോക്കാം. Let's see. Okay. Nurture and compassion, attraction, hot, receive, open, control tactics, Ace of Earth, Taurus, Virgo, Capricorn, facade, beliefs, freedom, leap, opportunities. Okay. ഈഗോ, വീനസ്, ഓഫർ. ഓക്കെ, ഇവിടെ ഓക്കെ, ഈ പൈലുകാർക്ക് ഇവിടെ ഒരു സൈനിൻ്റെ കാര്യം വന്നിട്ടുണ്ട്. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആവാം നിങ്ങൾ എന്ന രീതിയിൽ. ഇതിവിടെ എർത്ത് സൈൻ എന്ന് പറയും അവർ. എർത്ത് സൈൻ എന്ന് പറഞ്ഞാൽ ടോറസ് ഐ തിങ്ക് ഒരു മേയിൻ്റെ അടുത്തുള്ള സൈനാണ്. മെയ് മന്തിൻ്റെ അടുത്തുള്ള ബർത്ത്ഡേസ് വരുന്നവർ. കാപ്രിക്കോൺ ജാനുവരിയുടെ ആണ്. വെർഗോ എനിക്ക് അത്ര ഉറപ്പില്ല. ഓക്കെ, എനിക്കിത് ഓർമ്മ നിൽക്കാറില്ല ഈ കാര്യങ്ങൾ. എനിവേ പോട്ടെ. ആ 3 സൈൻ എന്ന രീതിക്ക് പറയാം. എർത്ത് സൈൻ എന്ന് പറയും. നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഗുഡ്, താഴെ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, ജനുവരി, ഒരു ഏപ്രിൽ, ജനുവരി, ഏപ്രിൽ. വെർഗോ എനിക്ക് ഓർമ്മയില്ല, സോറി, ഓർമ്മ കിട്ടുന്നില്ല. ജൂലൈ ഒന്നുമല്ല. നോ, ഓക്കെ, സോറി, എനിക്ക് ഓർമ്മയില്ല, പോട്ടെ. നിങ്ങളോട് പറയുന്നത് ഇവിടെ ആദ്യത്തെ കാര്യം ന്യൂച്ചർ ആൻഡ് കമ്പാഷൻ. ഓക്കെ, ഇത് നിങ്ങളോട് പറയുന്നത് അവനവനെ നിങ്ങളൊന്ന് കെയർ ചെയ്യേണ്ട ഒരു ടൈമാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അവനവനോട് സ്നേഹം കാണിക്കാം. ഓക്കെ, വ്യക്തി ഇപ്പം നിങ്ങൾ കെയർ ചെയ്യും, നിങ്ങളെ സ്നേഹിക്കും എന്ന എക്സ്പെക്റ്റേഷൻ നിങ്ങൾ വെക്കാതിരിക്കുക. ഓക്കെ, നിങ്ങൾ അവനവനെ കെയർ ചെയ്യുക. ഓക്കെ, മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന എത്ര കെയർ ഉണ്ടോ ആ കെയർ നിങ്ങൾ അവനവനെ ഓടി കൊടുക്കുക എന്നാണ് ഇവിടെ എനിക്ക് അഡ്വൈസ് വരുന്നത്. ഓക്കെ, ഏസ് ഓഫ് എർത്ത് ആക്ച്വലി ഈ എർത്ത് സൈൻകാരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ വളരെ ഡോമിനൻ്റ് ആയിട്ട് എർത്ത് സൈൻ വന്നുകൊണ്ടാണ്. പക്ഷെ ഇവിടെ അത് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും മാച്ച് ആവുത്. ഇവിടെ എർത്ത് സൈൻസ് എന്ന് പറയുമ്പോൾ അവർ വളരെ പ്രാക്ടിക്കൽ ആൾക്കാരാണ്. ഓക്കെ, പ്രാക്ടിക്കലായിട്ടുള്ള ആൾക്കാരാണ്. കാര്യങ്ങളെല്ലാം അവർ വളരെ എന്താ പറയുക, പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഐ തിങ്ക് നിങ്ങൾക്കിപ്പോൾ ഒരു ലേശം നിങ്ങളൊന്ന് ഇമോഷണൽ സൈഡ് കൂടി നിങ്ങളുടെ ബാലൻസ് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് ഇമോഷണൽ സൈഡ് കൂടി നിങ്ങൾ
അതായത് ഇമോഷണൽ ആയതുകൊണ്ട് തെറ്റില്ല എന്ന് പറയാം. ഓക്കെ, ആൻഡ് അട്രാക്ഷൻ ഹോട്ട് മാർസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്തൊക്കെയോ അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. അത് മാത്രമല്ല, ഇവിടെ മേ ബി നിങ്ങളൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും പേഴ്സണിനോട് നിങ്ങൾക്ക് വളരെയധികം അട്രാക്ഷൻ തോന്നിക്കാണാം, അങ്ങനെയും പറയാം. ആൻഡ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നു എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് റിസീവ് ഓപ്പൺ. ഓക്കെ, നിങ്ങളെ മൈൻഡ്, നിങ്ങളെ ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കുക. ഓക്കെ, ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കുക. യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് തരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് പക്ഷേ നിങ്ങൾ റിസീവ് ചെയ്യാൻ നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആവണം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്പോസ് ഈ ഒരു കെയർ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഒരു പേഴ്സണെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഹാർട്ട് നിങ്ങൾ ഓപ്പൺ ആക്കി വെക്കുക. ഓക്കെ, നിങ്ങൾക്ക് ആ ബ്ലെസ്സിങ് യൂണിവേഴ്സ് തരും. പക്ഷേ ഐ തിങ്ക് മേ ബി വളരെ പ്രാക്ടിക്കലായിട്ടാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം പ്രാക്ടിക്കലായ ആൾക്കാരാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരെയും അത്ര വേഗം ട്രസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് തോന്നുന്നത് എല്ലാവരും നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണോ എന്നുള്ളൊരു തോന്നലായിരിക്കും. എല്ലാവരും നിങ്ങളെ ചീറ്റിംഗ് ആണോ, എല്ലാവരും നിങ്ങളെ പറ്റിക്കാനാണോ വരുന്നത് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി ഇവിടെ പറയുന്നത് ദാറ്റ് നിങ്ങൾക്ക് ആരോടെങ്കിലും ഇപ്പോൾ അട്രാക്ഷൻ തോന്നിയാൽ തന്നെ മേ ബി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവർ എന്നെ ചീറ്റ് ചെയ്യാനാണ് അവർ വരുന്നത് എന്ന രീതിക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കുക. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് തരുന്നുണ്ട് ചില കാര്യങ്ങൾ. നിങ്ങളുടെ ചിലപ്പോൾ ലൈഫിൽ നിങ്ങൾക്ക് വേറെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളെ ആരെങ്കിലും ഇവിടെ കൺട്രോൾ ടാക്ടിക് കാണുന്നുണ്ട്. നിങ്ങളെ ആരെങ്കിലും കൺട്രോൾ ചെയ്ത് വെക്കുന്ന തരത്തിൽ ആരെങ്കിലും ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം മുൻപ്. അങ്ങനെ നിങ്ങളെ ഒരു ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഒരു വിലയില്ലാത്ത രീതിയിൽ നിങ്ങളെ അവരെ കാലിൻ്റെ അടിയിൽ എന്നെ കണക്കാക്കിക്കോളും, അങ്ങനെ ആരെങ്കിലും കണക്കാക്കി ട്രീറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹാർട്ട് ബ്ലോക്ക് ആയി പോയിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് വേറെ നല്ല ബ്ലെസ്സിങ് ആണെങ്കിൽ പോലും നിങ്ങളത് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ ഹാർട്ട് ബ്ലോക്ക്ഡ് ആണ്. നിങ്ങൾക്ക് തോന്നുന്നത് അത് വീണ്ടും ചീറ്റിംഗ് ആയി പോവും എന്നുള്ള ഒരു പേടി നിങ്ങളുടെ മനസ്സിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഫ്രീഡം എന്ന് പറയുന്നുണ്ട്. ഫ്രീഡം, ലീപ്പ്, ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങളുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ ഓക്കെ ഇതിവിടെ റിലേഷൻഷിപ്പ് മാത്രമല്ല, എന്തൊരു കാര്യത്തിലായാലും. ഇപ്പം ഞാൻ പറഞ്ഞു അട്രാക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ചില ബ്ലെസ്സിങ്സ് അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതിപ്പോൾ അഗെയിൻ ഇവിടെ എർത്ത് സൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ കരിയർ ഓറിയൻറ്റഡ് ആൾക്കാരായിരിക്കും, വളരെ ഹാർഡ് വർക്കിംഗ് ആയിരിക്കും, അങ്ങനെയൊക്കെ പറയാറുണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കരിയർ ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഗ്രോത്ത്, മണി അട്രാക്ട് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങൾ അതിനൊന്നും ട്രസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കാര്യങ്ങൾ അത് ബ്ലെസ്സിങ് ആയിട്ട് വരുവാണെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ അതിനൊരു ട്രസ്റ്റ് ഇല്ല. നിങ്ങൾക്ക് തോന്നുന്നത് ഇതൊക്കെ വീണ്ടും എൻ്റെ മുമ്പിൽ ചീറ്റിംഗ് ആണ് നടക്കുന്നത്, എനിക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഓൾറെഡി നിങ്ങളുടെ അനുഭവത്തിൽ ചില വേദനകളോ വിഷമങ്ങളോ വന്നിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ കരുതുന്നത് ഇനിയും വരുന്നതും എല്ലാം അതുപോലെയാണ് എന്ന് നിങ്ങളുടെ ഹാർട്ട് കാരണം നിങ്ങൾ വളരെ പ്രാക്ടിക്കൽ ആൾക്കാരാണ്. ഓക്കെ, നിങ്ങൾ ഹാർഡ് വർക്കിംഗ് ഒക്കെയാണ്, നിങ്ങളെല്ലാം ചെയ്യും, നിങ്ങൾ തനിയെ എല്ലാം ചെയ്യും. ആക്ച്വലി അതാണ് പറഞ്ഞത് ഞാൻ. ചിലപ്പോൾ ഓക്കെ, നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ അതുകൂടി സ്വീകരിക്കാൻ തയ്യാറാവുക, അങ്ങനെയും പറയാം. കാരണം ഈ ഞാൻ പറഞ്ഞു പ്രാക്ടിക്കൽ ആൾക്കാരാണെന്ന്. സോ നിങ്ങളെല്ലാം ചെയ്യും, നിങ്ങളെല്ലാം എല്ലാവർക്കും വേണ്ടി ചെയ്തൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ പക്ഷെ നിങ്ങളെ ആരെങ്കിലും കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ട്രസ്റ്റ് ഇല്ല. കാരണം നിങ്ങളെ വേദനിപ്പിക്കുമോ എന്നുള്ളൊരു പേടിയായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്ന കുറച്ചുകൂടി ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ബ്ലെസ്സിങ് വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. റിസീവ് ആൻഡ് ഓപ്പൺ ബ്ലെസ്സിങ് ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഫ്രീഡം, ലീപ്പ്, ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, നിങ്ങൾക്ക് ഇങ്ങനെ ഇതുവരെ നിങ്ങൾ ആരെങ്കിലും കൺട്രോളിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ ആരെങ്കിലും നിങ്ങളെ അങ്ങനെ, അത് എന്ത് കാര്യത്തിലും ആവാട്ടോ, ജോലിയിലാവാം, വീട്ടിൽ ഫാമിലിയിലാവാം, റിലേഷൻഷിപ്സിലാവാം, എന്തിലും ആവാം, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ ഒരു അവസരം കിട്ടും എന്നാണ് കാണുന്നത്. ഓക്കെ, ഇനി വരുന്ന ബ്ലെസ്സിങ് നിങ്ങൾക്ക് നല്ലതിനാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം. അതിന് നിങ്ങൾ നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആക്കാൻ പഠിക്കണം. ഓക്കെ, എല്ലാപ്പോഴും നമുക്ക് എന്താ പറയുക, മോശം നടക്കും എന്നുള്ള വിചാരം നിങ്ങളൊന്ന് മാറ്റിയെടുക്കുക. അതിനെ മാറ്റിയിട്ട് നിങ്ങൾ നല്ലതും എനിക്കും വരും നല്ലത് എന്ന രീതിക്ക് നിങ്ങളുടെ മൈൻഡ് ഒന്ന് മാറ്റിയെടുക്കുക. ഈഗോ, വാനിറ്റി, പ്രൈഡ്, വീനസ് ഓഫർ. ഓക്കെ, നിങ്ങൾ ലേശം ഈഗോ ആൾക്കാരും ആയിരിക്കാം. ഈഗോ എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായ ഇതിലല്ല ഞാൻ കാണുന്നത്, അങ്ങനെയല്ല. പ്രൈഡാണ് എനിക്ക് കൂടുതലും ഫീൽ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് മറ്റൊരാൾ നിങ്ങളെ കെയർ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ പ്രൈഡ് അനുവദിക്കുന്നില്ല എന്ന രീതിയിൽ. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് അവരെന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കും എന്നെ യൂസ് ചെയ്യുന്നത്, അവരെന്തെങ്കിലും അല്ലെങ്കിൽ വേറൊരാളുടെ മുമ്പിൽ താണു കൊടുക്കുക എന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. ഐ തിങ്ക് നിങ്ങളെ കുറേ കാലം ആക്ച്വലി ആരെങ്കിലും കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അത് വേറെ. അപ്പോൾ ഇനി മുന്നോട്ട് നിങ്ങൾ താണു കൊടുക്കാൻ നിങ്ങളുടെ മനസ്സ് സമ്മതിക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ അങ്ങനെയാവാം. ഓക്കെ,
നിങ്ങൾ വളരെ ഇൻഡിപെൻഡൻറ്റ് പീപ്പിളുമാണ്, അതും പറയാലോ. ഓക്കെ, അങ്ങനെ ആ ഇൻഡിപെൻഡൻസ് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഈഗോ അല്ലെങ്കിൽ ഒരു പ്രൈഡ് നിങ്ങൾക്ക് ഉണ്ടാവാം. ഇവിടെ പക്ഷേ വീനസ് ഓഫർ എന്ന് പറയുമ്പോൾ, വീനസ് പറയുമ്പോൾ ലവ് ആണ്, ശരിക്കും സ്നേഹം എന്ന രീതിക്കാണ്. സോ സ്നേഹം നിങ്ങൾക്ക് ആക്ച്വലി ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിലേക്ക് സ്നേഹം വരുന്നുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ ഈ റീഡിങ്ങിൽ. ബ്ലെസ്സിങ്സ് ഉണ്ട് യൂണിവേഴ്സിൻ്റെ, മറ്റേ എന്ത് തരത്തിലായാലും ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് ആയാലും അതും ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കൂടുതലും എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പേഴ്സൻ്റെ സ്നേഹം, ഒരു സ്നേഹത്തിൻ്റെ ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങളോട് നിങ്ങൾക്ക് ആ ഓഫർ ഒരു ജെനുവിൻ ആയിട്ടൊരു ഓഫർ, ഓക്കെ, ശരിക്കും നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നാണ് പറയുന്നത്. അത് റിസീവ് ചെയ്യാൻ നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കാൻ ആണ് ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു അഡ്വൈസ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തോ ബ്ലെസ്സിങ് വരുന്നതായിട്ടാണ് കാണുന്നത്. മുൻപ് നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടാവും. അതിപ്പോൾ ജോലി സ്ഥലത്തായാലും നിങ്ങളെ ആൾക്കാർ വാല്യൂ ചെയ്യാത്ത രീതിയിൽ പെരുമാറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വീട്ടിൽ, ഫാമിലിയിൽ, റിലേഷൻഷിപ്സിൽ ഒക്കെ നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവരെയും ട്രസ്റ്റ് പോയി നിങ്ങളുടെ. ഓക്കെ, പക്ഷേ ഇപ്പം ഐ തിങ്ക് നിങ്ങളുടെ ലൈഫിൽ വേറെ വരുന്നുണ്ട് ബ്ലെസ്സിങ്. നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലൊരു വ്യക്തി അല്ലെങ്കിൽ ആഗ്രഹിച്ചു തന്നെയാണ്, പക്ഷെ അത് റിസീവ് ചെയ്യാൻ നിങ്ങളുടെ ഹാർട്ട് കൂടി ഓപ്പൺ ആയിരിക്കണം. ഓക്കെ, സോ ഇവിടെ എനിക്കത് കുറച്ച് കൂടുതൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. രണ്ടിലും ഉണ്ട്, കരിയറിലും പറയാം. നിങ്ങൾക്ക് ബ്ലെസ്സിങ് യൂണിവേഴ്സ് തരുന്നുണ്ട്, നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടും, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നൊക്കെ പറയാം. സോ അതിലും പക്ഷെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. ആരെങ്കിലും ഒരു ജോലി ഓഫറൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ ട്രസ്റ്റ് ചെയ്യാം എന്ന് പറയാം. ഓക്കെ, ആൻഡ് അത് നിങ്ങൾക്കൊരു ഫ്രീഡം കൊണ്ടുവരും, നിങ്ങളുടെ ലൈഫിൽ ഓപ്പർച്യൂണിറ്റീസ് വരുവാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫയൽ. ഇന്നത്തെ കൂടുതൽ ഇത് മതി തോന്നുന്നു അല്ലേ? ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.